ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ചില ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി അല്ലേ, അങ്ങനെ ഒരു എനർജി കിട്ടിയ ദിവസമായിരുന്നു എനിക്കിന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനെ ടേബിളിൽ നിരത്തി ഞാൻ ഫുള്ള് റീമിക്സിങ് റീപോട്ടിങ്ങും ആയിരുന്നു ഇന്ന്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ആമസോണിൽ നിന്ന് മേടിച്ച വെസ്റ്റ്ലാൻഡിൻ്റെ പോട്ടിംഗ് മിക്സും ക്ലേ പെബിൾസുമാണ്. ഇവിടെ UK സീസൺ മാറി വരുന്നതുകൊണ്ട് തന്നെ ഈ ഇൻഡോർ പ്ലാന്റ്സിനെ എല്ലാം റീപോർട്ടിങ് ചെയ്യാൻ പറ്റിയ ടൈം സമ്മറാണ്, ഏകദേശം മെയ് ടു ജൂലൈ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഇന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റിനെല്ലാം റീപോർട്ടിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് ഷോപ്പിൽ പോയി 1-2 പുതിയ പ്ലാന്റ് പോട്ട്സ് ഒക്കെ വാങ്ങിച്ചു. ഇത് പിന്നെ ഇതൊക്കെയാണ് നല്ല രസമില്ലേ. അപ്പോൾ 1-2 പോട്ടൊക്കെ എൻ്റെ പൊട്ടിപ്പോയായിരുന്നു, പിന്നെ കുറച്ചധികം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ 1-2 പോട്ട് വാങ്ങിച്ചു. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാനിതിന് ആദ്യം ഈ ക്ലേ പെബിൾസ് ആദ്യം ഇതിനകത്ത് നിറച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് മിക്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ഒരു ലെയർ ക്ലേ പെബിൾസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണാം. നമ്മുടെ സുന്ദരിമണികളെയെല്ലാം ഞാൻ ഒന്ന് മിസ്റ്റ് ചെയ്തു, നന്നായിട്ട് മിസ്റ്റ് ചെയ്ത് മോശമായിട്ടുള്ള ഇലകളും അതിൻ്റെ കമ്പും സംഭവങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഓരോ സ്ഥലത്ത് ഇതിനെ ഒന്ന് സ്ഥാപിച്ചാൽ മതി. ഇനിയിപ്പം ഞാനിതിന് ഒരു ഹൗസ് പ്ലാന്റ് ഫീഡ് അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് അവർ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷന് 1/2 capsule to 1 liter of water to use every 2 weeks. അങ്ങനെ ഫീഡൊക്കെ കൊടുത്ത് ഞാൻ എല്ലാവരെയും ഓരോ റൂമിലായിട്ട് കൊണ്ടുവച്ചു. ഈ ഇൻഡോർ പ്ലാന്റുകൾ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ വീടിനുള്ളിൽ വെക്കുന്നത്, ഇവയ്ക്ക് ഒത്തിരി ഗുണഗണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും UK പോലുള്ള കോൾഡ് കൺട്രിയിൽ. കാരണം ഈ വിൻ്റർ സീസണിൽ നമ്മൾ വാതിലും ജനലുകളും എല്ലാം അടച്ചിടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസൈഡിലെ എയറിലൊക്കെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ സ്കിന്ന് ഡ്രൈ ആവാനും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, സോർ ത്രോട്ട് പോലെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റുകൾ ഹ്യൂമിഡിറ്റി റെഗുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവ നമ്മുടെ ഇൻസൈഡിലെ എയർ പ്യൂരിഫൈ ചെയ്ത് ഈ എയറിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാനും മൂഡ് റെഗുലേറ്റ് ചെയ്യാനും ഈ ഇൻഡോർ പ്ലാന്റ്സ് ഹെൽപ്പ് ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഔട്ട്ഡോർ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വിൻ്റർ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹോബിയാണ് ഇൻഡോർ പ്ലാന്റിങ്ങിൻ്റെ കെയറും സംരക്ഷണവും ഒക്കെ.